ഇന്ന് കാർബൂട്ടിന് കിട്ടിയ ഒരു അടിപൊളി ഐറ്റം ആൻറ്റി കണ്ട പഴയ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഈ പിക്ചറിന് പ്രത്യേകത ഉണ്ട്. വേണ്ട ഈ കാണുന്നത് കംപ്ലീറ്റ് മദർ ഓഫ് പേൾ എന്ന് പറയും. എന്നുവെച്ചാൽ പേളിൻ്റെ മദർ ഈ സാധനം. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ പിക്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് ഞാൻ കൊടുക്കുന്നത് ഒരു 17 പൗണ്ട്. ഈ 17 പൗണ്ടിന്റെ ഈ പിക്ചറിന് ഇന്ന് മാർക്കറ്റ് വാല്യൂ ചുരുങ്ങിയത് ഒരു 50 പൗണ്ടെങ്കിലും ഉണ്ട്. 50 പൗണ്ട് എന്ന് പറഞ്ഞാൽ 17 സ്ഥാനത്ത് 50 പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ കൊടുക്കണില്ല, സെല് ചെയ്യാനുള്ള സാധനം. അടിപൊളി ഐറ്റം. ഇത് കിട്ടണമെങ്കിൽ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഐറ്റം കിട്ടണമെങ്കിൽ. മദർ ഓഫ് പേൾ കണ്ട കംപ്ലീറ്റ് ഡിസൈൻ. ഇത് ശരിക്കും പെയിന്റിങ് എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് കാർവ്ഡ് പിക്ചറാണ്. ഈ മദർ ഓഫ് പേളിനെ കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡിസൈനൊക്കെ ആയിട്ട് ഇതിനെ ഒട്ടിക്കലാണ് ഇതിൽ. അത് അവരൊരു പ്രത്യേക കഴിവാണത്. ഈ ഒരു സാധനം തന്നെ വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഈ പറഞ്ഞ മദർ ഓഫ് പേൾ എന്ന് പറയുന്നത്. ഇതിനാണ് ഈ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇതിലൊട്ടിക്കുന്നത്. അതും ഇത് ജപ്പാനീസാണിത്. ജപ്പാനീസ് ഹാൻഡ് കാർവ്ഡ് മദർ ഓഫ് പേളിൻ്റെ ഒരു പിക്ചർ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഹാൻഡിക് ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ 100 പൗണ്ടൊക്കെ ആയിരുന്നു വില. അങ്ങനെ 100 പൗണ്ടൊക്കെ കൊടുത്ത് മേടിക്കാനുള്ളൊരു മുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ പിറ്റേ ദിവസം ഈ ഒരു സെയിം സാധനം 20 പൗണ്ടിന് വന്നപ്പോൾ, അതും കാർ ബൂട്ടിൽ, ഞാൻ 10 പൗണ്ട് പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല. അവർ പറഞ്ഞത് ഈ സാധനത്തിന് അവർക്ക് അതിലും വില കിട്ടും, 20-ൽ കൂടുതൽ വില കിട്ടും, വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് അവർ കുറച്ച വിലയാണ് 17 പൗണ്ട്. ഞാൻ ആ 17 പൗണ്ട് കൊടുത്തിട്ട് മേടിച്ചതാണ് ഈ പറഞ്ഞ സാധനം. എനിക്കറിയാം ഇതിന് വിലയുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് തർക്കിക്കാൻ നിന്നില്ല. ഈ സാധനം 17 പൗണ്ട് കൊടുത്തും മേടിച്ചു. കാരണം അതല്ലെങ്കിൽ അവർ തരില്ല എനിക്ക്.